ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. വളരെ ഭാഗ്യദായകമായ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് 29-ാം തീയതി സൂര്യഗ്രഹണം വരുന്നുണ്ട്. ചൈത്ര അമാവാസിയാണ് അന്നേ ദിവസം. അതുകൂടാതെ മഹാശനിമാറ്റവും നടക്കുന്നുണ്ട്. ഇതൊക്കെയും നമ്മൾക്ക് ഗുണകരമായ പല മാറ്റങ്ങളെയും ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഗ്രഹങ്ങളൊക്കെ അനുകൂല സ്ഥിതിയായിട്ടും നമ്മളിലേക്ക് ചില ബുദ്ധിമുട്ടുകൾ, അടിക്കടിയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, വീട്ടിൽ കലഹം, മുഖത്തോട് മുഖം നോക്കിയാൽ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ലാതെ കലഹം, ബഹളം, വീട്ടിൽ അനാവശ്യമായ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു സാന്നിധ്യം ആ ഭവനത്തിൽ നിന്ന് നഷ്ടമാകും എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എപ്പോഴും വളരെ ശാന്തമായി സംസാരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരു വശം ചിന്തിച്ചാൽ ചില സമയങ്ങളിൽ പ്രകോപിതരായി സംസാരിക്കേണ്ടതായൊക്കെ വന്നേക്കാം. എങ്കിലും നമ്മൾ ശാന്തത ഗൃഹത്തിനുള്ളിൽ പാലിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അത്രത്തോളം നമ്മളാൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എങ്കിലും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അടിക്കടിയുള്ള ദുരിതങ്ങൾ, വഴക്ക്, പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതൊക്കെ ഗ്രഹങ്ങളുടെ അനുകൂലത്തിൽ വന്നിട്ടും നമ്മളിൽ ഇങ്ങനെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നതു എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അനുഭവത്തിൽ വരുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വാസ്തുശാസ്ത്രപരമായി എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഗൃഹം നല്ല രീതിയിൽ നമ്മൾ മൂടി പിടിപ്പിച്ചു, വാസ്തുശാസ്ത്ര ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു, അത് കുഴപ്പമില്ല. പക്ഷേ എന്നിട്ടും നമ്മളിലേക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ അത് എന്താ കൊണ്ടാണ്? നമ്മുടെ ഗൃഹത്തിൽ അടിക്കടി കലഹം, സാമ്പത്തിക ഞെരുക്കം, കയ്യിൽ ധനമെന്നും പറഞ്ഞ സാധനം നിൽക്കുന്നില്ല, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ചിലവ്, ആകെ ജീവിതം വഴിമുട്ടിയ ഒരവസ്ഥ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ നമ്മളിലേക്ക് വീണ്ടും വരുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും വീട്ടിൽ ചെടികൾ നട്ടുപരിപാലിക്കാനും അതേപോലെ പച്ചക്കറികൾ, ഇപ്പോൾ ഗൃഹങ്ങളിലൊക്കെ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കി സ്വന്തമായി തന്നെ ആളുകൾ കൃഷി ചെയ്ത് വിളവെടുത്ത് അത് ഭക്ഷണമായി ഉപയോഗിക്കുകയാണ്. പുറത്തുനിന്ന് മാർക്കറ്റുകളിൽ നിന്ന് ഓരോന്നും വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൃഹത്തിൽ തന്നെ അല്ലെങ്കിൽ പുരയിടത്തിൽ തന്നെ കൃഷി ചെയ്തെടുക്കാനാണ് ഏവരും ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് വളരെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട വാസ്തുശാസ്ത്രപരമായ ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു സസ്യം, അത് 1-2 സസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാം. അവ നടുമ്പോൾ വീടിനോട് ചേർന്ന് നടാൻ പാടുള്ളതല്ല. അങ്ങനെ നടുകയും അത് ദോഷത്തിന് കാരണമാകുന്നുണ്ട്. കൂടാതെ ഒരു പ്രധാന ദേവസസ്യമുണ്ട്, അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ ആയുസ്സിന് ദോഷമാണ്. അതും ആ ഗൃഹത്തിലെ ഗൃഹനാഥന്. അത് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ദോഷം വരുമെങ്കിലും പ്രധാനമായി ബാധിക്കുന്ന ഗൃഹത്തിലെ ഗൃഹനാഥനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രപരമായി ഈ സസ്യങ്ങൾ നട്ടു പരിപാലിക്കുന്നതിൽ എന്തെങ്കിലും അപാകത നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ഭവനത്തിലെ കലഹത്തിന്, ദുരിതത്തിന്, സാമ്പത്തിക പ്രശ്നത്തിന് ഒക്കെ കാരണമാകും. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് നടാനായിട്ടുള്ള ശ്രദ്ധയും വേണം. അല്ലാത്ത പക്ഷം ദുരിതങ്ങൾ മാറുന്നില്ല, ദോഷങ്ങൾ ഒഴിയുന്നില്ല, സാമ്പത്തികം കയ്യിലേക്ക് വരുന്നില്ല, ദാമ്പത്യ ദുഃഖങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യവുമില്ല. നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന തെറ്റുകളുള്ളതൊക്കെ നമ്മൾ തിരുത്തി മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ആയുസ്സിന് തന്നെ ദോഷം വരുത്തുന്ന രീതിയിലുള്ള ചില വാസ്തുശാസ്ത്രപരമായി അല്ലെങ്കിൽ ചെടികൾ പരിപാലിക്കുന്നതിലൂടെ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ അത് തിരുത്തേണ്ടതാണ്. ആ തെറ്റുകൾ എന്തൊക്കെയാണ്, തിരുത്തേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. വാസ്തുശാസ്ത്രപരമായി വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട 3 സസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ 3 ചെടികളുണ്ട്. അതിലാദ്യത്തേത് പുളിയാണ്. പുളി, തുളസി, മുളക്. നമ്മൾക്ക് ഏവർക്കും അറിയാം തുളസി ദേവസസ്യമാണ്. അതുകൊണ്ട് നമ്മളതിനെ ദൈവികമായ രീതിയിൽ തന്നെ പരിപാലിക്കാറുണ്ട്. പക്ഷേ മുളക്, പുളി ഇതൊക്കെ എങ്ങനെയാണ് ദൈവികമായി വരുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ വാസ്തുസംബന്ധമായ എന്തൊക്കെ പ്രശ്നം നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാവുകയില്ല. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായി വാസ്തുശാസ്ത്രപരമായി പരിപാലിക്കേണ്ട 3 സസ്യങ്ങൾ തന്നെയാണിത്: പുളി, തുളസി, മുളക്. ഒരിക്കലും നമ്മുടെ വീടിനോട് ചേർന്ന് പുളി നട്ടു വളർത്താൻ പാടുള്ളതല്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ തണൽ വൃക്ഷമായി മാറും, ഒരു തണുപ്പൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് വീടിനോട് ചേർന്ന് ആരും പുളി നട്ടു വളർത്താൻ പാടുള്ളതല്ല. അങ്ങനെ അതും നട്ടു വളർത്തിയാലും കന്നിമൂലയിൽ ഒരിക്കലും നട്ടു പരിപാലിക്കാൻ പാടുള്ളതല്ല. നട്ടു വളർത്താനേ പാടില്ലെങ്കിലും വളർത്തിയേ മതിയാവൂ എന്നുള്ളവരാണെങ്കിൽ കന്നിമൂല ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ നട്ടുപരിപാലിക്കാവുന്നതാണ്. കന്നിമൂലയിൽ ഒരിക്കലും നടാൻ പാടില്ല. അത് വളരെയേറെ ദോഷമാണ്. നടുന്നതേ ദോഷം. പിന്നെ കന്നിമൂലയിലാണെങ്കിൽ
അത് വളരെയേറെ ദോഷം. അഥവാ അങ്ങനെ അവിടെ വളർന്നു വന്ന് നിൽക്കുകയാണെങ്കിൽ അത് ദോഷം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ദോഷത്തെ ഒഴിവാക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അത് മുറിച്ചു മാറ്റുക എന്നത് മാത്രമാണ്. ഇനി അത് നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുള്ളവരാണെങ്കിൽ വേറെ നടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു പുളിമരം നടണമെന്ന് ഉദ്ദേശിക്കുന്നവർ, അല്ലെങ്കിൽ അതിന് തൈ നടണമെന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിവതും കന്നിമൂലയിൽ നടാതിരിക്കാനുള്ള ശ്രദ്ധയെങ്കിലും വെക്കേണ്ടതാണ്. ഇത് വാസ്തുശാസ്ത്രപരമായി വളരെ ദോഷത്തിന് കാരണമാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ മുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന്, രുചി കൂട്ടാനും അല്ലെങ്കിൽ എരിവിനൊക്കെ ആയിട്ട് നമ്മൾ മുളക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വീടിനോട് ചേർന്ന് തന്നെയാണെങ്കിൽ നമ്മൾക്ക് അടുക്കളയിൽ നിന്ന് വേഗത്തിന് മുളക് ഇറുത്ത് കൊണ്ടുവന്ന് കറിയിലിടാമല്ലോ എന്ന ഒരു രീതിയിൽ അടുക്കളയോട് സമീപത്തായി ചിലർ നട്ടു വളർത്താറുണ്ട്. ഒരിക്കലും വീടിനോട് ചേർന്ന് മുളക് നട്ടു വളർത്താൻ പാടില്ല. അതാണ് വാസ്തുശാസ്ത്രപരമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരെയായി, ഒത്തിരി നടന്നുപോയി ഇറുത്തെടുത്തു കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പറമ്പിൻ്റെ കുറച്ച് ദൂരെയായി നട്ടു വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം. അല്ലാത്ത പക്ഷം കലഹം, ദുരിതം, ദുഃഖം, പ്രശ്നങ്ങൾ, പ്രതിസന്ധി ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തെ വിട്ടു മാറുകയില്ല. അതാണ് വാസ്തുശാസ്ത്രപരമായി ഈ മുളക് നിങ്ങൾ അറിയേണ്ടതായ ഒരു കാര്യം. അപ്പോൾ വെറും ഒരു മുളകല്ലേ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നട്ടുപരിപാലിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ എത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എന്നതുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് ഗൃഹത്തിന് അല്ലെങ്കിൽ വീടിന് സമീപത്തായി, വീടിനോട് ചേർന്ന് തന്നെ മുളക് നട്ടു വളർത്തുവാൻ പാടുള്ളതല്ല. അടുത്തത് തുളസിയാണ്. തുളസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം എത്രത്തോളം ദൈവികമുള്ള ഒരു സസ്യമാണ് അല്ലെങ്കിൽ ചെടിയാണ് തുളസി. ലക്ഷ്മി ദേവി വസിക്കുന്നുണ്ട് തുളസിയിൽ. ദേവന്മാർക്കൊക്കെയും തുളസി ഹാരമായി നമ്മൾ ചാർത്താറുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഭവ്യതയോടും തന്നെയാണ് നമ്മൾ ഗൃഹത്തിൽ തുളസിയെ പരിപാലിക്കുന്നത്. എങ്കിലും വടക്ക് കിഴക്ക് ദിശയിലോ അല്ലെങ്കിൽ അത് ശുദ്ധമില്ലാത്ത സ്ഥലങ്ങളിലോ കിഴക്ക് ഭാഗത്തോ ഒക്കെ നടുന്നത് ഉത്തമമാണെങ്കിൽ പോലും നമ്മൾ കൃത്യമായും അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. തുളസിയാണ്. അതിനെ കൂടുതൽ നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ പോലും അത് ധാരാളമായി വളർന്നുകൊണ്ടേയിരിക്കും. എങ്കിലും നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ ഗൃഹത്തിന് സമീപത്ത്, വാതിലിന് സമീപത്തൊക്കെ ശുദ്ധിയായും വൃത്തിയായും അത് സൂക്ഷിച്ച് വളർത്താമെങ്കിൽ വളരെ ഉത്തമമാണ്. അത് നമ്മൾ രാവിലെ ഒരു കാര്യത്തിന് ഇറങ്ങി പോകുമ്പോൾ, അതിനെ കണി കണ്ടുകൊണ്ട് ഇറങ്ങി പോകുമ്പോഴോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഒരു ഇല നുള്ളിയെടുത്ത് വായിലിട്ട് ചവയ്ക്കുകയൊക്കെ ചെയ്താലും ആ പോകുന്ന കാര്യത്തിനും ഒരു പോസിറ്റിവിറ്റി, ഒരു ഭാഗ്യം ഉണ്ടാകുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്, ആയുസ് ദോഷത്തിന് കാരണമാകുന്ന പ്രധാന കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും തുളസിയുടെ സമീപത്ത് ചപ്പ് ചവറുകളിട്ട് കത്തിക്കാൻ പാടില്ല. ചപ്പ് ചവറുകൾ, അഴുക്കളൊന്നും തുളസിയുടെ സമീപത്ത് വരാനേ പാടില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ തൂത്തുവാരി ചിലപ്പോൾ തുളസി നിൽക്കുകയല്ലേ അപ്പുറത്താണ് നിൽക്കുന്നതെന്ന് കരുതി ഇപ്പുറത്തിട്ട് ചപ്പ് ചവറുകൾ കത്തിക്കുന്ന, തുളസിയുടെ സമീപത്തിട്ട് തീ കത്തിക്കുവാൻ പാടുള്ളതേ അല്ല. അത് ആയുസ് ദോഷമാണ്. ഒരു വ്യക്തിയുടെ ആയുസ്സിന് തന്നെ ഹാനികരമാകുന്ന ദോഷത്തിലേക്കാണ് തുളസിയുടെ സമീപത്ത് എന്തെങ്കിലും തീ ഇട്ട് കത്തിക്കുന്നത്. അതുമാത്രമല്ല, ഇതൊക്കെ രോഗദുരിതത്തിലേക്കും നമ്മളെ നയിക്കും. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഒരു വ്യക്തിക്ക് കൊണ്ടുവരുന്നതാണ്. കൂടാതെ തുളസിയുടെ സമീപത്ത് ഒരിക്കലും മുള്ളുള്ള ചെടികൾ നട്ടുപരിപാലിക്കാനും പാടുള്ളതല്ല. അപ്പോൾ വാസ്തുശാസ്ത്രപരമായി വളരെയേറെ കൃത്യതയോടെയും നമ്മൾ മനസ്സിലാക്കേണ്ട 3 ചെടികളാണ് ഈ പറഞ്ഞു തന്നത്: പുളി, തുളസി, മുളക്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി പരിപാലിക്കാനുള്ള ശ്രദ്ധ വേണം. അതുപോലെ ഗൃഹത്തിനോട് ചേർന്ന് മുളക് നട്ടുവെച്ചിട്ടുള്ളവരാണെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റി കുറച്ച് അകലെയായി നട്ടുപരിപാലിക്കുക. അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഗൃഹത്തോട് ചേർത്ത് നട്ടു വളർത്തി കഴിഞ്ഞാൽ രോഗദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ ഒന്നും തന്നെ നിങ്ങളെ വിട്ടൊഴിയുകയില്ല. വളരെ വലിയ ദുരന്തത്തിലേക്കുമായിരിക്കും പിന്നെ നിങ്ങൾ ചെന്ന് പുകുത്തുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.